പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് ഓൺ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല, മനസ്സിനെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാണ്. മനസ്സിനെ നമുക്ക് അടക്കി വെക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു സംയമനം പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു, ഒരുപാട് ആളുകൾ കൊലപാതകികളാകുന്നു, ഒരുപാട് ആളുകൾ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായിട്ട് മാറുന്നു. ദിവസം ചെല്ലുന്തോറും നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിഭീകരമാണ്. ഇപ്പോൾ തന്നെ ചേന്ദമംഗലത്ത് ഒരു യുവാവായിട്ടുള്ള വ്യക്തി മയക്കുമരുന്നിന് അടിപ്പെട്ടുകൊണ്ട് 3 പേരെ നിഷ്കരണം തലക്കടിച്ചും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചിട്ട് വധിക്കുകയുണ്ടായി. അപ്പോൾ ആ ആളുടെ ജീവിതവും നശിഞ്ഞു. ഇനി അയാൾക്ക് ഭാവിയിൽ ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മിക്കവാറും വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ടേക്കാം. അപ്പോൾ ആ വ്യക്തിയുടെ കുടുംബവും ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാമാവശേഷമാവുകയാണ്, അല്ലെങ്കിൽ നശിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ മാതാപിതാക്കൾ കണ്ടില്ലെന്ന് അടിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ് തിരുത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ വളർന്നു വരുമ്പോഴേക്ക് മാരകമായ പ്രഹരശേഷിയുള്ളവരായിത്തീരുന്നത്. അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ, 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് പോലും ക്ഷമയില്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ റോഡിൽ മരണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സുഖത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാതിരിക്കണമെന്ന ഒരു തീരുമാനം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എടുക്കുക. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. പലപ്പോഴും നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നിഷ്കരണം ചവിട്ടിത്തേക്കുന്ന രീതിയിലുള്ളൊരു ജീവിത രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഈ മയക്കുമരുന്നിൻ്റെ മാരകമായ വർധനവ്. ഒത്തിരി ചെറുപ്പക്കാർ, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഇതിനെ അഡിക്റ്റ് ആകുകയും അതിൻ്റെ വാഹകരാകുകയൊക്കെ ചെയ്യണം. ഇത് ഈ മയക്കുമരുന്നിലുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തപ്പെടുന്ന ഈ മയക്കുമരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് അതിനെ അടിമകളായിട്ട് മാറുമ്പോൾ പിന്നെ ഇത് വാങ്ങി ഉപയോഗിക്കാനുള്ള പണമില്ലാതെ വരുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്യാരിയർമാരായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ വ്യാപിക്കാനായിട്ട് ഇടവരികയാണ്. സ്കൂൾ കുട്ടികളുടെ ലെവലിൽ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുകയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് ആരാണ് ഇതിനെ അഡിക്റ്റായി പോകുന്നത് അവരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട ചികിത്സകളും നല്ല രീതിയിലുള്ളൊരു പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളും അപകടങ്ങളും ഒക്കെ കുറക്കാൻ സാധിക്കും. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു കൈത്താങ്ങായിട്ട് മാറുക. നമ്മുടെ അറിവിൽ എവിടെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അക്രമവാസന ഉണ്ടാകുന്നതായിട്ടോ ചെറുപ്പത്തിലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്നേഹപൂർവ്വം നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം നല്ലൊരു നാളേക്കായിട്ട്. എല്ലാവർക്കും സന്തോഷ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.